നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത്തവണ റെക്കോർഡ് വേനൽ മഴയാണ് കേരളത്തിൽ പെയ്തിറങ്ങിയത്. 5 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ കൊടും ചൂടിനിടയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു കാര്യം മാത്രം ദയവ് ചെയ്ത് ജനങ്ങൾ മറക്കാതിരിക്കുക. ഇനിയുള്ള 5 ദിവസത്തെ സാഹചര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പ്രവചിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. വ്യാഴാഴ്ചയും സമാനമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റടിക്കുമെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇടിമിന്നൽ അപകടകാരികളാണ്. അതുകൊണ്ട് ജനങ്ങൾ അതീവ ജാഗ്രത ഈ സാഹചര്യത്തിൽ പുലർത്തേണ്ടതുണ്ട്. അപ്പോഴാണ് ഈ മാസം മാർച്ച് 1 മുതൽ 26 വരെ ലഭിച്ച മഴയുടെ കണക്ക്. അത് ഈ കാലയളവിൽ വേനൽ മഴ എത്രത്തോളം കേരളത്തിലേക്ക് പെയ്തിറങ്ങിയെന്നും അതിൻ്റെ ഗുണഫലം എന്താണെന്നുമുള്ള സൂചനയാണ് നൽകുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മഴ ഇത്തവണയാണ് കിട്ടിയിട്ടുള്ളത്. ഇതുവരെ ലഭിച്ചതാകട്ടെ 58.2 മില്ലിമീറ്റർ മഴ. 2021 ഇത് 35.7 മില്ലിമീറ്റർ ആയിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കാസർഗോഡ്, എറണാകുളം, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിൽ ഒഴികെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കൂടുതൽ മഴ കിട്ടിയത് ഇത്തവണയായിരുന്നു. 108 മില്ലിമീറ്റർ മഴ കിട്ടിയ കോട്ടയം ജില്ലയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 100 മില്ലിമീറ്റർ മഴ കിട്ടിയ തിരുവനന്തപുരം 2ാം സ്ഥാനത്തും 99 മില്ലിമീറ്റർ മഴ കിട്ടിയ പത്തനംതിട്ട 3ാം സ്ഥാനത്തുമായി തൊട്ടു പിന്നിലുണ്ട്. എന്നാൽ ഏറ്റവും കുറവ് മഴ പെയ്തിറങ്ങിയത് കാസർഗോഡ് ജില്ലയിലാണ്. 4.4 മില്ലിമീറ്റർ മഴ മാത്രമേ ഈ കാലയളവിൽ കാസർഗോഡ് പെയ്തിട്ടുള്ളൂ. 2022 ഇത് 53 മില്ലിമീറ്റർ ആയിരുന്നു. അതിലാണ് വലിയൊരു ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് പെരുമഴക്കാലം തന്നെയാണ്, ഒപ്പം ഇടിമിന്നലും. അടുത്ത 5 ദിവസം കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഇതിനോടകം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയുമായി ഇടിമിന്നലോട് കൂടിയ മഴ തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. 28-ാം തീയതിയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്രം അറിയിക്കുന്നത്. പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ മുൻകരുതൽ നടപടികൾ പൊതുജനങ്ങൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കണം. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല എന്നുള്ളതുകൊണ്ട് ഈ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കൽ നിന്നും ഒരിക്കലും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത കൂട്ടും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കാനും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായിട്ടുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നതും ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കണം. ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായൊരു കെട്ടിടത്തിനുള്ളിൽ അഭയം തേടുകയും വേണം. മഴക്കാർ കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കണം. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടുള്ളതല്ല. കാർമേഘങ്ങൾ കണ്ട് തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ നിർത്തിവെച്ച് ഉടനെ തന്നെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് അവസാനിപ്പിക്കുക, നിർത്തിവെക്കുക. പട്ടം പറത്തുന്നതും ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റു ഉയരമുള്ള വൃക്ഷങ്ങളിലോ കൊമ്പുകളിലോ ഇരിക്കുന്നതൊക്കെ അപകടകരമാണ്. വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത്. അവയെ അഴിക്കുവാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടുവാനും മഴമേഘം കാണുന്ന സമയത്ത് പോകരുത്. ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇടിമിന്നലേൽക്കാൻ കാരണമായി മാറിയേക്കാം. മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാകുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ വരെയൊക്കെ ചെയ്യാം. മിന്നലാഘാതമേറ്റ ആളിന്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.